ഹായ് ഡിയർ ഫ്രണ്ട്സ്, AC ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ചിത്രം വരയ്ക്കാൻ പഠിച്ചു. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ 26 ലെറ്റേഴ്സ് പഠിച്ചു. 13 ആയിട്ട് 2 ക്ലാസ്സുകളിൽ. അതൊക്കെ നിങ്ങളിപ്പോൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കഴ്സീവ് ലെറ്റേഴ്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അതേ അക്ഷരങ്ങളെ ഒരു പ്രത്യേക ശൈലിയിൽ നമ്മൾ എഴുതി പഠിക്കാൻ പോകുന്നു. അതാണ് കഴ്സീവ് ലെറ്റർ റൈറ്റിംഗ്. ഈ 26 അക്ഷരങ്ങൾ തന്നെയാണത്. അതിനെ ഒരു പ്രത്യേക ഒഴുക്കോടുകൂടി ഒരു പ്രത്യേക ശൈലിയിൽ നാം എഴുതി പഠിക്കുന്നു. അതെന്തിനാണ്? നമുക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ സമയലാഭത്തിന് വേണ്ടിയിട്ട് കൂട്ടിയ ഒരെഴുത്താണ്. അപ്പം നമുക്ക് ഒരുപാട് സമയം ലാഭം കിട്ടും. ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പെറുക്കി എഴുതുമ്പോൾ ഒരുപാട് സമയം വേണ്ടേ? അപ്പം നമ്മൾ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് സമയലാഭം കിട്ടും. അപ്പം കൂട്ടക്ഷരം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ഭംഗിയാണ് ആ എഴുത്തിന്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പാരഗ്രാഫുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പിന്നെ നമ്മൾ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ ആ വാക്കുകളും കഴ്സീവിൽ എഴുതാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും ഇനി ഒരു ക്ലാസ്സും കൂടെ 2 ക്ലാസ്സിൽ നമ്മൾ ആ കഴ്സീവ് ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഴുതി തന്നെ പഠിക്കണേ, അല്ലാതെ വെറുതെ കണ്ടുപോയിട്ടൊരു കാര്യവും ഇല്ല. ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മളൊക്കെ നല്ലൊരു നിലയിലെത്തുമ്പോൾ നല്ലൊരു സിഗ്നേച്ചർ ഇടാൻ നമുക്ക് സാധിക്കും. അതായത് ഒപ്പിടാൻ, നല്ല സ്റ്റൈലായിട്ടൊരു ഒപ്പ്, അത് കഴ്സീവ് ലെറ്റർ റൈറ്റിംഗ് പഠിച്ചാൽ നമുക്ക് സാധ്യമാകും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമുക്ക് എഴുതി തുടങ്ങാം. 4 ലൈൻസാണ് നിങ്ങളിവിടെ കാണുന്നത്. 1 2 3 4. ഈ 3 ലൈനിൽ ഒതുങ്ങണം നമ്മുടെ കഴ്സീവ് ലെറ്റർ എ. നോക്കാം. അപ്പം നമ്മൾ 1 2 3 ഇവിടുന്ന് നമ്മൾ തുടങ്ങണം. എന്നിട്ട് നമ്മൾ ചരിഞ്ഞാണ് കയറുന്നത്. എന്നിട്ട് വലിയ അകലത്തിലല്ലാതൊരു ഇറക്കം. ഈ ഇറക്കം ഇങ്ങോട്ട് പോകരുത്. വലിയ അകലത്തിലല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു 0 ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ വാല് കുറച്ച് അങ്ങോട്ട് പോവുക. ഇതാണ് കഴ്സീവ് ലെറ്റർ എ. കഴ്സീവ് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ. ഇതിൻ്റെ തന്നെ സ്മോൾ ലെറ്ററാണ് അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്കിത് വെറുതെ ഒന്ന് എഴുതി നോക്കാം. ഇത് എഴുതി പഠിക്കണേ. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എ എങ്ങനെ കഴ്സീവിൽ എഴുതാമെന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഈ 2 വരയുടെ ഉള്ളിലാണ് ഇതിനെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ വാലിലാണ് തുടങ്ങുന്നത്. ഈ വാലിൻ്റെ ഇപ്പുറത്ത് വേറെ അക്ഷരങ്ങൾ വരുന്നതുകൊണ്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ലെറ്റർ എഴുതുക. അപ്പോൾ ഇത് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു കയറി എ എന്ന് എഴുതുന്നു. അതിനൊരു വാലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഒന്നും കൂടി നമുക്ക് എഴുതാം. അതാണ് സ്മോൾ ലെറ്റർ എയുടെ കഴ്സീവ്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ബി നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതിയപ്പോൾ നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് വന്ന് ഇങ്ങനെ എഴുതിയല്ലേ? പക്ഷേ നമ്മൾ സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ താഴത്തു നിന്നും മുകളിലോട്ടാണ് പോകേണ്ടത്. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നിട്ട് ഇപ്പുറത്ത് കൂടെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഇതാണ് സ്മോൾ ലെറ്റർ ബിയുടെ കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ. ഇനി ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാം. ക്യാപിറ്റൽ ലെറ്റർ ബി, അതിൻ്റെ കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ. സ്മോൾ ലെറ്റർ ബി, കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ. അടുത്തതായി സി നോക്കാം. സി വളരെ എളുപ്പമാണ്. നോക്കൂ, സ്മോൾ സിയും വളരെ എളുപ്പമാണ്. ഈ വാല് ഈ താഴ്ത്തുനിന്നാവും പോവുക. അപ്പം നമ്മൾ ഇത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. അതായത് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ വരും.
ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സി എന്ന അക്ഷരത്തിൻ്റെ കർസീവ് റൈറ്റിംഗ് സ്റ്റൈൽ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം ഡി ആണ്. ഡി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് ഇവിടെ വന്നൊന്ന് കുനിച്ചിടുക. ഇതാണ് ഡി. ഒന്നും കൂടി. നല്ല സ്റ്റൈലൻ അക്ഷരമാണ് നമ്മുടെ ഡി. ഇനി ഇതിൻ്റെ തന്നെ സ്മോൾ ലെറ്റർ ഡി. എ എഴുതിയ പോലെ തന്നെ അതിൻ്റെ വാലിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകും. ഡി. ഇനി നമുക്ക് ഈ പഠിക്കാം. ഇവിടുന്ന് ഇങ്ങനെ വന്ന് നല്ല സ്റ്റൈലാക്കി ഇങ്ങനെ കൊടുത്താൽ ക്യാപിറ്റൽ ലെറ്റർ ഇയുടെ കർസീവ് റൈറ്റിംഗ് സ്റ്റൈലായി. ഇനി സ്മോൾ ലെറ്റർ ഇ വളരെ എളുപ്പമാണ്. എഫ് എന്ന അക്ഷരമാണ് എഴുതുന്നത്. ഇവിടെ ഒരു വെട്ട് കൊടുക്കുക. ഇതിൻ്റെ സ്മോൾ ലെറ്റർ ഇവിടുന്ന് തുടങ്ങി മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്ന് ഇങ്ങനെ കയറി. ഇതാണ് സ്മോൾ ലെറ്റർ എഫ്. ഇത്തിരി കഷ്ടമാണിത് പഠിക്കാൻ. ഇത് ആവർത്തിച്ച് വീഡിയോ കണ്ട് ഇതുപോലെ എഴുതി പഠിക്കണേ. ജി എന്ന അക്ഷരം കുറച്ച് കഷ്ടമാണ് എഴുതാൻ, പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു അക്ഷരമാണ് ജി. അപ്പോൾ നമുക്ക് നോക്കാം ജി എഴുതുന്നത്. ഈ 3 വരയിലും കൂടി ഇതിൻ്റെ വാല് വരണം. 4ാമത്തെ വരയിലേക്ക് ഇതിൻ്റെ താഴ്ഭാഗം പോവുകയും വേണം. ഒന്നും കൂടി. ജി. ഇനി ഇതിൻ്റെ സ്മോൾ ലെറ്റർ 2 വരയിൽ തുടങ്ങുന്നു, താഴത്തോട്ട് പോകുന്നു. ജി. എച്ച് വളരെ എളുപ്പമാണ്. എന്നിട്ട് ഇവിടെ ഒരു വരട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടുക. ഇതാണ് എച്ച്. സ്മോൾ ലെറ്റർ എച്ച്. ഇതൊക്കെ ഈ 3 വര 4 വര അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയൊക്കെ ഭാഗത്താണ് ഇതിൻ്റെ വാലും തലയൊക്കെ പോകുന്നതെന്ന് അതുപോലെ തന്നെ എഴുതി പഠിക്കണേ. ഇനി അടുത്തത് ഐ ആണ്. ഐ നോക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വരണം. ഐ. ഇതിൻ്റെ സ്മോൾ ലെറ്റർ വളരെ എളുപ്പമാണ്. ഐ. അടുത്തത് ജെ. ജെയും വളരെ എളുപ്പമാണ്. ഐ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് 4ാമത്തെ വരയിൽ കൂടി ഇങ്ങനെ പോകും. ജെ. ഇതിൻ്റെ തന്നെ സ്മോൾ ലെറ്റർ ജെ വളരെ എളുപ്പമാണ് പഠിക്കാൻ. ജെ. ഇവിടെ ഒരു കുത്തുണ്ടാവും. ഇങ്ങനെയും എഴുതാറുണ്ട്. ജെ. അടുത്തത് കെ. കെ വളരെ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ വന്ന് ഇതിൽ കൂടി തന്നെ കയറി ഇങ്ങനെ പോയി ഇതിൽ കൂടി തന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ പോകും. ഇതാണ് കെ. സ്മോൾ ലെറ്റർ കെ ഇത്തിരി കഷ്ടമാണ്, എങ്കിലും ഇങ്ങനെ ഇറങ്ങി 6 പോലെ ഇങ്ങനെ എഴുതുന്നതാണ് സ്മോൾ ലെറ്റർ കെ. അടുത്തതായി എൽ. ഡി എഴുതിയില്ലേ അതിൻ്റെ വാല്. ഇതിൻ്റെ തന്നെ സ്മോൾ ലെറ്റർ എൽ. അടുത്തതായി എം ആണ്. നല്ല സ്റ്റൈലായിട്ടിരിക്കും എം. എം. ഇപ്പം നമ്മൾ 13 ലെറ്റർ എഴുതി കഴിഞ്ഞു. ഇതുപോലെ തന്നെ എഴുതി പഠിക്കണേ. സ്കെച്ച് കൊണ്ട് എഴുതുമ്പോഴാണ് ഇതിനെ കുറിച്ച് വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കടലാസ് പെൻസിൽ കൊണ്ട് തന്നെ എഴുതണം. അപ്പം നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇത് മൊത്തം ഞാൻ എഴുതുന്ന ഒരു വീഡിയോ അവസാനം ചെയ്യും. അവസാനത്തെ ക്ലാസ്സിൽ അത് ചെയ്യും. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ഇന്ന് പഠിച്ചത് മൊത്തം ഒന്ന് എഴുതി നോക്കാം. വരയില്ലാതെ നോക്കാം. എ. എ. ബി. ബി. ഈ ബി ഇങ്ങനെ എഴുതാം. സി. സി. ഡി. ഡി. ഇ. ഇ.
F, F, G, G, H, H, I, J, J, K, K, L, L, M, M. അപ്പോൾ 13 ലെറ്റേഴ്സിൻ്റെ കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ കടലാസ് പെൻസിൽ കൊണ്ട് തന്നെ 4 വരെ കോപ്പിയിൽ എഴുതി പഠിക്കണേ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി അക്ഷരവുമായി വരുന്നതാണ്. ഞാനിപ്പോൾ മലയാളം എന്ന് എഴുതാൻ പോവുകയാണ്. MALAYALAM, മലയാളം. നമ്മൾ വേർഡ്സ് പഠിക്കുമ്പോൾ ഇനി പഠിക്കും. ഇതിവിടെ ഇപ്പോൾ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ കഴ്സീവ് റൈറ്റിങ്ങിൽ ഇത് എങ്ങനെ നമ്മൾ എഴുതും, അപ്പോഴുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം. സമയലാഭവും ഭംഗിയും. നോക്കൂ, MALAYALAM, മലയാളം. ഇത് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭമാണ്. ഇങ്ങനെ എല്ലാ വേർഡ്സും നമ്മൾ കൂട്ടി എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇംഗ്ലീഷ് എഴുത്തിന്. ഇങ്ങനെ എല്ലാവരുടെയും എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളുടെ സമയലാഭത്തിനാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴ്സീവ് റൈറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.